നേരെ 9:30 മണിയായില്ല റബ്ബേ. 7-8 മണിയാകുമ്പോത്തിന് കട അടച്ച് വരുന്ന ചെങ്ങായിയാണ്. പോയി പോയി ചെങ്ങായിക്ക് ഇപ്പൊ നേരും കാലൊന്നും ഇല്ലാണ്ടായിരുന്നു. എന്നും വൈകിട്ടല്ലേ. ഒരുമാടി മലമറിക്കണ പണി എന്താണ് ഈ കടയിൽ? നേരത്തെ വന്നാൽ പിന്നെ ചോറ് തിന്ന് പാത്ത് കൊടുക്കാതെ മനുഷ്യന്മാർക്ക്. എന്തായാലും വണ്ടിയിലെ വിളിച്ചോട്ടെ. എന്നാണ്ടല്ലേ വെഗുമൊന്ന് വിളിക്കുകയാണ്. അതുമില്ല, എന്തിനും ഞാൻ അങ്ങോട്ട് കുത്തി വിളിക്കണം. വിളിച്ചാ വന്ന് ഫോൺ എടുക്കുവോ? അതുമില്ല. ഹലോ, അല്ല മനുഷ്യ, നേരെ 10 മണിയാവാറായി. നിങ്ങളിത് എവിടെ പോയി കിടക്കുകയാണ്? 7-8 മണിയാകുമ്പോൾ കടക്കൂട്ടി വരണല്ലേ നിങ്ങള്? ഇപ്പൊ നിങ്ങൾക്ക് എന്താ നേരം കൊടുക്കോളൂ അവിടെ പണിയാ? ഞാൻ എനിക്കൊണ്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. ഞാന് ഇന്ന് വരലുണ്ടാവൂല. ഇജ് അതിലടിച്ചിട്ട് കിടന്നോ? എന്നിട്ട് നിങ്ങളെന്താ ഞാൻ വിളിച്ചപ്പോഴാണ് ഇത് പറഞ്ഞത്? നിങ്ങൾക്ക് നേരത്തെ വിളിച്ച് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വല്ലതും തിന്നിട്ട് പാത്ത് കിടന്നുണ്ടായിരുന്നില്ലേ? അതിന് അങ്ങോട്ട് വിളിക്കാൻ ഒരു ഇടച്ച് തരണ്ടേ? അപ്പോ അതിന് ഇങ്ങോട്ട് വിളിക്കുമല്ലോ. അതന്നെ ഞാൻ വിളിക്കാതിരുന്നത്. നിക്കേ കടയിൽ കുറച്ച് പണികളും സ്റ്റോക്ക് എടുക്കാൻ പോകാനൊക്കെ ഉണ്ട്. ചിലപ്പോ 2 ദിവസം കഴിയും വരാന്. അല്ലാതെ അത് പെട്ടെന്നൊരു സ്റ്റോക്ക് എടുക്കാൻ പോക്ക് ഇന്ന് പോണ വരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളിപ്പോ കഴിഞ്ഞ ആഴ്ച പോയി സ്റ്റോക്ക് എടുക്കാൻ പോയി. പണ്ടൊന്നും ഇങ്ങനെ ഒരു സ്റ്റോക്ക് എടുക്കലുണ്ടായിരുന്നില്ല. ഇതിനാട് കച്ചവടം ഉണ്ട് ഇപ്പൊ കടയില്. കടയത്തെ തിരക്കും കാര്യങ്ങളൊന്നും എനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരി, എന്നാലും പിന്നെ വിളിക്കണ്ട്. ശരി എന്നാ. ഈ സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോ അത്ര പന്തിയല്ലോ. ഇങ്ങനെ ഉണ്ടാവും. എത്ര കാലമായി കട തുടക്കിയിട്ട് ഇപ്പൊ ഒന്നുമില്ലാത്തൊരു സ്റ്റോക്ക് എടുക്കാൻ പോക്ക. ആഴ്ചയിൽ സ്റ്റോക്ക് എടുക്കാൻ പോക്ക. എന്തൊക്കെയുണ്ട് കാക്കാര് വർത്താനത്തിലും സ്വഭാവത്തിലും ഒക്കെ ഉണ്ട് ഒരു മാറ്റം. എന്നാ പഠിച്ചോനെ ഇനിയിപ്പോ ഞാൻ കാട്ടുക. ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ കിട്ടണില്ല റബ്ബേ. സ്റ്റോക്ക് എടുക്കാനാ അത് പോയ മനുഷ്യനാണ്. ദിവസം 2 ഇവിടെ കെജാറായി. ഒന്ന് വിളിക്കാൻ പോലും നേരില്ലാതെ എന്ത് പോക്കാണത്. ഇങ്ങോട്ട് വിളിക്കുന്നത് പോട്ടെ, എന്നാ അങ്ങോട്ട് വിളിച്ചാൽ ഒന്ന് ഫോൺ എടുക്കുക. വിളിച്ച് എന്റെ ഫോണൊക്കെ ചാർജ് ചെയ്യാനല്ലാണ്ട് ഒരു കാര്യമില്ല. ഈ മനുഷ്യർ എവിടെ പോയി കിടക്കുകയാണ്? വേറെ എന്ത് സമാധാനം അങ്ങനത്തെ കളിക്കേണ്ടത്? എന്തായാലും മറ്റൊന്നും കൂടി വിളിച്ചെടുക്കാം. ബെല്ലടിക്കുന്നുണ്ട്. ഇതുവരെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഹലോ, എന്റെ പൊന്നാരക്ക, എന്ത് പണി നിങ്ങൾ ഈ കാണിക്കണത്? ഇത്ര നേരം ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഞാൻ ഇന്നലെ തുടങ്ങിയ വിളിയല്ലേ. ഇവിടുന്ന് പോയപ്പോ ഒന്ന് ഫോൺ എടുത്താണ് നിങ്ങൾ എവിടെ പോയി കിടക്കുകയാണ് ഇത്ര നേരമായിട്ട്? ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഫോൺ വിളിക്കാൻ നോക്കിയില്ലേ? വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്താ വിളിച്ചുള്ള കാര്യം പറഞ്ഞ? അല്ലേലും കുറച്ചായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഒരു ചിന്തയില്ല. ഇങ്ങോട്ട് വിളിക്കുന്നത് പോട്ടെ, അങ്ങോട്ട് വിളിച്ചാൽ കിട്ടുമ്പോൾ എടുത്തുവിടുന്നാല് ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആക്കിയേക്കാം. ഇടയ്ക്ക് ബെല്ലടിച്ച് എടുക്കുകയും ചെയ്യില്ല. ഇവിടെ ഉള്ള ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോക്കാതെ. ഇതിനാട് മരമറിക്കണ എന്ത് പണിയാണ് നിങ്ങൾക്ക് അവിടെ ഉള്ളത്? പണ്ടാരം മനുഷ്യന്മാർക്ക് ഒരു സ്വസ്ഥത വരൂലേ ചെയ്ത്. പുറത്തണ്ട് ഇറങ്ങിയാ തുടങ്ങും അപ്പൊ വിളിക്കുമ്പോ ഒരു ഫോമിളി. എന്താ എനിക്ക് ആവശ്യമോ? എന്താ കാലത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങളൊന്നും വിളിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങോട്ടൊന്ന് വിളിച്ച് കിട്ടിയപ്പോ നിങ്ങൾ എന്താ നിങ്ങൾ ദേഷ്യം കൊണ്ടാണ് വർത്താനം പറഞ്ഞത്? കഴിഞ്ഞ എന്റെ പ്രസംഗം. എന്നാ പോയി പണി എന്താ നോക്ക്. മനുഷ്യന്മാർ വെറുതെ വിളിച്ചാടുണ്ടാക്കാനായിട്ട്. എന്താ കാക്ക നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് പ്രശ്നം? കടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ എപ്പോഴാ വരിക?
സമയമാകുമ്പോൾ വരൂ. നീ എപ്പോഴാ വരിക എപ്പോഴാ വിചാരിച്ചാണെങ്കിൽ നിങ്ങൾ വിളിക്കാൻ നിൽക്കണ്ട. ഇല്ലാത്തൊരു സ്വഭാവം തന്നെ. എന്താ റബ്ബേ താത്താന്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം? എങ്ങനെയാ ഞാനിതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാം? അറിയാൻ മതിയായിരുന്നു. നിങ്ങൾ തന്നെയാണല്ലേ. എന്ത് പോക്കാണ് കാക്കത്. മനുഷ്യന്മാരാകെ ബേജാറായി. എവിടെയാ നിങ്ങള്? ഞാനാണ്ട് അകത്തേക്ക് കയറിയിട്ട് പോലെ എവിടെ എന്താന്നൊക്കെ ചോദ്യം ചെയ്യല്. ഈ പേരന്റെ ഉള്ളിക്ക് വന്നു ഒരു സ്വസ്ഥത കൊണ്ട് തരൂല. എന്തായാലും നാട്ടിൽ നിങ്ങൾ വന്നല്ലോ. വരി. തിന്നാനോ കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളമ്പിച്ചാ ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ ചോറെടുത്തേക്കാം. നിങ്ങൾ വിളിച്ചു വരി, ഞാൻ ഇപ്പം എടുത്തേക്കാം. കാക്കാക്ക് എന്താ റബ്ബേ പറ്റിയിട്ടുണ്ടാവുക? ഈ കടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? എന്തായാലും വണ്ടിയിലെ ചോറ് എന്നിട്ട് സമാധാനത്തിൽ ചോദിച്ചാലേ. കാക്കാടെ ഫോൺ എടുക്കുന്നു. കേൾക്കാൻ കേട്ടിട്ടുണ്ടാവും. കേൾക്കില്ലേ? ഹലോ അക്ക, വീട്ടിലെത്തിയോ? ഞാനിപ്പോൾ വീട്ടിലെത്തിയേ ഉള്ളൂ. 2-3 ദിവസം എവിടെയായിരുന്നെന്നൊക്കെ ചോദിച്ചാ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എവിടെ? ഹലോ, അടുത്ത് വൈഫ് ഉണ്ടാവൂലേ? എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കട്ടാ. ഇക്ക വൈകിട്ട് ഷോപ്പിക്ക് വരൂലേ? ഞാൻ ഇപ്പോൾ ഷോപ്പിക്ക് വരാവേ. ഓക്കെ ശരിട്ടാ, ബായ്. സുലോ, ചോറ് വിളമ്പിയാ? വേടത്തെ ചൂട് നല്ല വിശക്കുണ്ട്, പെട്ടെന്ന് കടയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അത് ശരി, ചോറ് വിളമ്പിയേക്കാൻ പറ്റി ഇവിടെ വന്നിരിക്കുകയാണ്. ഒന്ന് വേഗം പോയി എടുത്ത ചൂട് സുലോ, എനിക്ക് നല്ല വിശക്കുണ്ട്. കടയിൽ പോയിട്ട് കുറച്ച് അർജന്റ് പണിയും കൂടിയുണ്ട്. വിശപ്പ് ദാവൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ഇത്ര വൃത്തിയിട്ടവനാന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങൾ ആഴ്ചയിലുള്ള സ്റ്റോക്ക് എടുക്കാൻ പോക്ക്? ഇജ്ജ് എന്ത് തേങ്ങയാണ് ഈ പറഞ്ഞത്? എന്താ വെച്ചാൽ കാര്യം തെളിച്ചു പറയും. അവിടെ ഇവിടെയും തൊടാതെ വർത്താൻ പറ്റുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവുമോ? അത് ശരി, അപ്പൊ കാര്യമൊക്കെ അറിഞ്ഞിട്ട് ആളെ ഇതാക്കാൻ ഇറങ്ങിക്കുകയാണല്ലേ. എന്നാ കേട്ടോ, റെജീന എന്റെ കടയിലെ സ്റ്റാഫാണ്. എനിക്കോളെ ഇഷ്ടാ. എന്തായാലും ഞാൻ അവളെ കല്യാണം കഴിക്കാച്ചിട്ടാ. അപ്പൊ ഞാൻ ആദ്യത്തെ ഭാര്യ എന്നുള്ളൊരു പരിഗണന മാത്രമേ എനിക്ക് ഉണ്ടാവുകയുള്ളൂ. നല്ല പോലെ ആണെങ്കിൽ എനിക്ക് ഇവിടെ ഈ വരെ കഴിയാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്റെ വഴിക്കിന്റെ വഴി. എങ്ങനെ മനുഷ്യങ്ങൾക്ക് ഇതൊക്കെ പറയാൻ വേണ്ടി തോന്നണത്? അന്ന് നസീബങ്ങളെ കുറിച്ച് പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. അന്ന് ആ പാവ എന്നോട് പറഞ്ഞതാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് ഞാൻ ആ പാവത്തിനെ കൂടി കുറ്റപ്പെടുത്തി. ഇപ്പൊ മനസ്സിലായി, അന്ന് ഓളോട് നിങ്ങൾ തന്നെ എനിക്ക് പെരുമാറിട്ടുണ്ടാവുക. ഇത്ര വൃത്തിയായിട്ടാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവൂല. അന്ന് നിങ്ങളെ വാക്കും കേട്ടിട്ട് ഞാൻ ആ പാവത്തിന് ഒരുപാട് കഷ്ടപ്പെടുത്തി. അതിനൊക്കെയുള്ള ശിക്ഷയാണ് പഠിച്ചോ എനിക്കിപ്പോ തന്നത്. എന്നേലും താത്ത എന്നെ മനസ്സിലാക്കുന്ന ഒരു കാലം ഉണ്ടാവും. അന്നേ ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്ന് താത്താക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് ഞാൻ പറയാ താത്ത, ആരും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഒരുപാട് സ്നേഹിക്കുന്നവർ വഞ്ചിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. ഞങ്ങൾ പോവുക. ശരിയാണ് നസീമ, സ്വന്തം അനുഭവത്തിൽ വന്നാൽ മാത്രമേ ഇന്നെപ്പോലുള്ളവർ പഠിക്കൂ. എനിക്കിപ്പോ ശരിക്കും എന്റെ തെറ്റ് മനസ്സിലായി.
മാഡം, ആ ആമസോണിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ആ അത് വന്നോ? അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാ കൊരിയർ. ഞാനോ? നസീമ, അത് നിനക്ക് വാങ്ങിച്ചതാ. നീ തുറന്ന് നോക്ക. നിക്കുള്ളതോ? എന്താ മാഡം? നീ തുറന്ന് നോക്ക. ഉം. എങ്ങനെയുണ്ട്? നിനക്ക് ഡ്രസ്സ് ഇഷ്ടായോ? നല്ല രസമുണ്ട് മാഡം. എന്തിനൊക്കെ ഇതൊക്കെ വാങ്ങിക്കണേ? ഒരുപാട് പൈസ ആവില്ല ഇതിനൊക്കെ. മാത്രല്ല നിക്കുണ്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ചേരുക. ഞാൻ ഇതുവരെ ഇങ്ങനത്തൊന്നും ഇട്ടിട്ടില്ല. ആര് പറഞ്ഞു നിനക്ക് ചേരില്ലാന്ന്? നീ എപ്പോഴും ഈ ഓൾഡ് മോഡൽ ഡ്രസ്സല്ലേ ഇടാറ്. ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണം. ലേറ്റസ്റ്റ് സ്റ്റൈലൊക്കെ ഒന്ന് ഇട്ട് നോക്കണം. എന്തായാലും നീ ഇട്ടൊക്കെ നല്ല രസമായിരിക്കും. ഞാൻ അങ്ങനെയൊന്നും നോക്കല്ലേ മാഡം. ഏത് ഡ്രസ്സായാലും തട്ടാ പോരെ. ഇപ്പം ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഇന്നേറ്റ് കടയിലൊക്കെ പോകുമായിരുന്നിട്ടാ. ഇപ്പാക്ക് ഇന്നേറ്റ് കടയിൽ പോണതും സാധനം വാങ്ങി തരുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പം മരിച്ചതിന് ശേഷം പിന്നെ ആങ്ങളാരല്ലേ കാര്യങ്ങളൊക്കെ നോക്കൽ തുടങ്ങിയത്. ഓർക്ക് ഇന്നേറ്റൊക്കെ പുറത്തു പോണത് ഭയങ്കര മടിയായിരുന്നു. രണ്ടാളും തമ്മിൽ തന്നെ തല്ലുണ്ടാക്കും. ഇജ് കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞിട്ട്. പിന്നെ അത് മനസ്സിലാക്കി ഞാൻ തന്നെ സ്വയം പോവാതെ ഒഴിഞ്ഞ് മാറാൻ തുടങ്ങി. ഓലൊക്കെ എന്ത് കൊണ്ടുവന്നാലും സന്തോഷത്തോടെ വാങ്ങിയിട്ട് ഞാൻ അവിടെ ഇട്ടാ. ഞാൻ കറുത്തതായതുകൊണ്ട് എന്തിട്ടാലും എന്താന്നാ നാത്തുമാരൊക്കെ പറയാ. എൻ്റെ ഉപ്പ മരിച്ചതിൻ്റെ ശേഷം ആരും എനിക്ക് ഇതുപോലെ സ്നേഹത്തോടെ സാധനം വാങ്ങി തന്നിട്ടില്ല. അപ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞോ? നീ കണ്ണൊക്കെ തുടച്ചേ. അമ്മച്ചി അറിഞ്ഞാൽ ഇനി എന്നെ ചീത്ത പറയും. വേണ്ട, കണ്ണ് നിറയേണ്ട ഒരാവശ്യമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക്? അതായത് കണ്ണൊക്കെ തുടച്ച് നല്ല കുട്ടിയായിട്ട് പോയി ആ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടിട്ട് വന്നേ. എനിക്കോ അമ്മച്ചിക്കോ അതൊക്കെ ഒന്ന് കാണണം. വേഗം മെഡിക്ക് കുട്ടിയാവട്ടോ. പാവം. മാഡം, ആ നസീമ ആളങ്ങ് മാറിയില്ലോ. നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചേരുന്നുണ്ട്. രസമുണ്ടാ? ഞാൻ ആദ്യമായിട്ട് അതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ രസമില്ലാതെ എങ്ങനെയാ? നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മച്ചീനെ ഒന്ന് കൊണ്ടേ കാണിച്ചേ. ഇതിനൊക്കെ ഒരുപാട് പൈസ ആയിട്ടുണ്ടാവൂലേ? എൻ്റെ അടുത്ത് വേറെ പഴയതൊക്കെ ഉണ്ടായിരുന്നു. നീ എനിക്ക് കൂടുതൽ പൈസയായി എന്നൊക്കെ ഓർത്ത് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിട്ട്, അതുകൊണ്ട് പൈസയൊക്കെ കുറച്ചായിട്ടുള്ളൂ. അതെന്താ? ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഡ്രസ്സും വാങ്ങിക്കാൻ പറ്റും. നല്ല ഓഫറും ഉണ്ടാവും. അന്നേരം ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്ന സ്ഥലത്ത് നമുക്ക് 2 ഡ്രസ്സ് വാങ്ങിക്കുകയും ചെയ്യാം. അത് ശരി. അവിടെ നാത്തുമാരും കാണട്ടാ ഇങ്ങനെ കൊറിയർ വഴി സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ. എനിക്കത് എങ്ങനെ ചെയ്യാന്നൊന്നും അറിയില്ല. നീ അമ്മച്ചേരി ആ ഡ്രസ്സെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഞാനൊന്ന് റെഡി ആവട്ടെ. ഇറങ്ങാൻ നോക്കുക. പോകാറായി, സമയം ഒത്തിരിയായി. അല്ല മാഡം, സുക്കുറാക്കാന്റെ റിസൾട്ട് ഒക്കെ എന്നാ കിട്ടുക? നാളെ സൺഡേ അല്ലേ? മൺഡേ എല്ലാ റിസൾട്ടും നമുക്ക് കിട്ടും കേട്ടോ. സുക്കൂറിൻ്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒന്നും കാര്യമില്ല. സുക്കൂറിൻ്റെ റിസൾട്ട് എല്ലാം നോർമലായിരിക്കും. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ചെയ്തിരിക്കും. അല്ലാതെ ടെൻഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ബോൾഡായിരിക്കണം. എന്നാലല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ് മാഡം. പണ്ടത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അതൊന്നും കേൾക്കാനുള്ള ധൈര്യം ചങ്കുറ്റം എനിക്കുണ്ടായിരുന്നില്ല. എന്ത് പറഞ്ഞാലും നിന്ന് കരയാൻ മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ അതിനൊക്കെ ഒരുപാട് മാറി. ഇപ്പം ആരെന്ത് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലോ അതൊക്കെ മറികടക്കാൻ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ധൈര്യം വിശ്വാസം എനിക്കുണ്ട്. അതുള്ളിടത്തോളം കാലം ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ജീവിക്കും മാഡം. ആരുടെ മുന്നിലും തോൽക്കാതെ നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. ഗുഡ് ഗേൾ. നല്ല കുട്ടിയായാലോ.
നമ്മൾ സ്ത്രീകളിൽ ദുഃഖങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ദുരിതങ്ങളുണ്ടാവും. പക്ഷെ അതോർത്ത് നമ്മൾ കരഞ്ഞൊന്നും ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ബോൾഡായിട്ട് അതൊക്കെ നേരിടാനുള്ള ചങ്കൂറ്റം നമുക്ക് വേണം. ഓരോ സ്ത്രീകൾക്ക് എല്ലാം നേരിടാനുള്ള ധൈര്യം, ആ ധൈര്യത്തിൽ വേണം മുമ്പോട്ട് പോകാനായിട്ട്. ശരിയാണ്. നമ്മളൊക്കെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. സ്വയം മനസ്സിൽ വെച്ചാൽ ആർക്കും എന്ത് പ്രശ്നം വന്നാലും തൻ്റെ അടുത്തോടെ ജീവിച്ച് കാണിക്കാൻ പറ്റും. വെൽ ഡൺ നസീമ. നസീമ ഈ ബോൾഡായിട്ട് സംസാരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇങ്ങനെ വേണം നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ബോൾഡായിട്ട് അത് നേരിടാം. നേരിടാതെ മിണ്ടാതെ വിഷമിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ബോൾഡായിട്ട് നേരിടാൻ നസീമ ഇനി തൊട്ട് റെഡിയാണ് അല്ലേ? ശരിയാണ് മാഡം. അങ്ങനെ ഒരു അഭിമാനം എനിക്ക് ഇതിനെ കുറിച്ച് തന്നെ ചിലപ്പം തോന്നാറുണ്ട്. എന്താണെന്നറിയോ, പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ആരെന്ത് പറഞ്ഞാലും എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. പക്ഷെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്ന് ഞാൻ ഒറ്റയ്ക്കായ സമയത്ത് ഞാൻ സ്വയം മനസ്സിലാക്കി നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ നിന്നാൽ എല്ലാ കാലവും അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ അവിടെ മറ്റുള്ളവരൊക്കെ നമ്മുടെ മുന്നിൽ ഒന്നും അല്ലാണ്ടായി മാറിക്കോളും. ഇപ്പം എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ അറിയാം മാഡം. ആര് തിരിഞ്ഞു നോക്കില്ല എന്നുണ്ടെങ്കിലും ഒറ്റക്കാണെങ്കിലും നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ അറിയാം. ഇങ്ങനെ വേണം സ്ത്രീകൾ. നീ എപ്പോഴും ഈ ബോൾഡ്നെസ് കീപ്പപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി ഞാനും ജീവിക്കും മാഡം. ആരുടെ മുന്നിലും തോൽക്കാതെ ആരെന്ത് പറഞ്ഞാലും കരയാതെ നല്ല തൻ്റെ അടുത്തോടെ തന്നെ ജീവിച്ച് കാണിക്കും. എന്തായാലും നീ ബോൾഡായിട്ട് സംസാരിച്ച് ഭയങ്കര സന്തോഷമായിട്ടോ. എന്തായാലും ഡ്രസ്സൊക്കെ അമ്മച്ചീനേക്ക് ഇട്ട് കാണിച്ചു കൊടുക്കുക. അമ്മച്ചി, ഇതാരാ? നസീമയാ? അതെല്ലോ, അമ്മച്ചിയുടെ നസീമ തന്നെയാണ്. ഡോക്ടർ മേഡം വാങ്ങി തന്ന പുതിയ ഡ്രസ്സാണ്. വെറുതെ അല്ല, ഒരു പെട്ടെന്നൊരു മാറ്റം നിന്നെ കണ്ടപ്പോ. എങ്ങനെയുണ്ട്? ഇഷ്ടായാ? നന്നായിട്ടുണ്ട്. അമ്മച്ചിയുടെ മോള് സുന്ദരിയാ. പിന്നല്ല. ദേ, മരുന്നും ഫുഡും സമയത്തിന് കഴിക്കണം, മറക്കരുത് കേട്ടോ. എൻ്റെ മോൾ ഇവിടെ ഉള്ളപ്പോ നീ ഇങ്ങനെ പറയണോ? ധൈര്യമായിട്ട് മോള് പോയിട്ട് വാ കേട്ടോ. നസീമ, വന്ന് ഡോറടിക്ക്. പോട്ടെ എന്നാ. ഓക്കെ മാഡം, ഞാൻ വാതിൽ വെച്ചിട്ട് വരട്ടാ.